കേരളത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് ശബരിമല ഒരു പ്രധാനപ്പെട്ട വിഷയമായി ഉയർന്നു വരികയാണ്. കോടിക്കണക്കിന് ഭക്തജനങ്ങളുടെ ഹൃദയത്തെ മുറിവേൽപ്പിക്കത്തക്ക നിലയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റും മുഖ്യമന്ത്രിയും യുവതി പ്രവേശനം അടക്കമുള്ള കാര്യങ്ങൾ ചെയ്തത് നമ്മുടെ മുമ്പിലുണ്ട്. അതിനുശേഷം അവിടെ നടന്ന വിലമതിക്കാനാവാത്ത സ്വർണത്തിന്റെ കവർച്ച കേരളം നിരവധി തവണ ചർച്ച ചെയ്തിട്ടുള്ള ഒരു വിഷയമാണ്. കോടതിയുടെ മേൽനോട്ടത്തിൽ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അന്വേഷണം നടത്താൻ തുടങ്ങിയിട്ട് നാളുകളേറെയായി. ആ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ നേതൃത്വത്തിൽ നടന്ന അന്വേഷണത്തിന്റെ ഫലമായി മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരായ പത്മകുമാറിനും ഉൾപ്പെടെയുള്ള നിരവധിയായ CPM നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്ത് ജയിലിലടക്കുകയുണ്ടായി. എന്നാൽ ഗവൺമെന്റിന്റെ SITയുടെ മേലുള്ള സമ്മർദ്ദം കാരണം ഈ ആളുകളൊക്കെ ജാമ്യം തേടി ഇന്ന് പുറത്തു വന്നിരിക്കുകയാണ്. അവർക്ക് സ്വാഭാവികമായ ജാമ്യം അനുവദിച്ചതാണ്. ഇത് അനുവദിക്കാനുള്ള കാരണം 90 ദിവസത്തിനുള്ളിൽ കുറ്റപത്രം സമർപ്പിക്കാത്തതുകൊണ്ടാണ്. സ്വാഭാവികമായി കുറ്റപത്രം സമർപ്പിക്കാത്തതുകൊണ്ട് എല്ലാവർക്കും ജാമ്യം ലഭിച്ചു. ഇനി 1-2 ആളുകൾക്ക് മാത്രമാണ് ഇനിയിപ്പോൾ ജാമ്യം കിട്ടാനുള്ളത്. അപ്പോൾ ശബരിമലയിലെ മോഷ്ടിച്ചു കൊണ്ടുപോയ സ്വർണം എവിടെ ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. കോടിക്കണക്കിന് രൂപയുടെ വിലമതിക്കുന്ന അപൂർവങ്ങളായ ഈ സ്വർണം എവിടെ പോയി എന്ന് എന്തുകൊണ്ട് SIT കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇപ്പോഴും അത് ഒരു വലിയ പ്രശ്നമായി കേരളത്തിലെ ഭക്തജനങ്ങളുടെ മുന്നിൽ നിൽക്കുകയാണ്. ആ സന്ദർഭത്തിലാണ് ഇന്ന് മുഖ്യമന്ത്രി പത്തനംതിട്ട സന്ദർശിക്കുന്നത്. ശബരിമല ഉൾക്കൊള്ളുന്ന പത്തനംതിട്ട ജില്ലയിൽ മുഖ്യമന്ത്രി പോകുമ്പോൾ ചില പ്രധാനപ്പെട്ട ചോദ്യങ്ങൾക്ക് മുഖ്യമന്ത്രി മറുപടി പറയേണ്ടിയിരിക്കുന്നു. കേരളത്തിലെ ശബരിമലയിൽ സുപ്രീം കോടതിയുടെ വിധി ഉണ്ടായ സന്ദർഭത്തിൽ എത്രയും പെട്ടെന്ന് യുവതികളെ പ്രവേശിപ്പിക്കണമെന്നുള്ള തീരുമാനമെടുത്തത് ഈ മുഖ്യമന്ത്രിയാണ്. അന്നങ്ങനെ യുവതികളെ പ്രവേശിപ്പിക്കാൻ വേണ്ടി അദ്ദേഹത്തിന് എന്തൊരു ആവേശമായിരുന്നു. ആചാരങ്ങൾ ലംഘിക്കാനുള്ളതാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അന്ന് ആചാരങ്ങൾ ലംഘിച്ചുകൊണ്ട് സുപ്രീം കോടതി വിധി നടപ്പാക്കാൻ അദ്ദേഹം നടത്തിയ ശ്രമങ്ങൾ ജനങ്ങൾ മുന്നിൽ വന്നുകൊണ്ടാണ് തടഞ്ഞത്. ഇപ്പോഴും ആചാരങ്ങൾ ലംഘിക്കാനുണ്ട് എന്ന നിലപാടിൽ മുഖ്യമന്ത്രി ഉറച്ചു നിൽക്കുന്നുണ്ടോ? ശബരിമലയിൽ യുവതി പ്രവേശനത്തിന് വേണ്ടി മുൻകൈയെടുത്ത മുഖ്യമന്ത്രി വിശ്വാസ സമൂഹത്തോട് മാപ്പ് പറയാൻ തയ്യാറാകുമോ? ഇവിടെ അത് മാത്രമല്ല, മുഖ്യമന്ത്രി ഒരു കാര്യത്തിനോട് മറുപടി പറയേണ്ടിയിരിക്കുന്നു. സുപ്രീം കോടതിയുടെ 9-അംഗ ബെഞ്ച് ശബരിമല യുവതി പ്രവേശനത്തെ സംബന്ധിച്ചുള്ള അന്തിമ തീർപ്പ് കൽപ്പിക്കാൻ വേണ്ടി ഇപ്പോൾ വാദം കേട്ടുകൊണ്ടിരിക്കുകയാണ്. ആ വാദം കേൾക്കുന്ന വേളയിൽ കേരള ഗവൺമെന്റിനോട് അഭിപ്രായം ചോദിച്ചു. കേരള ഗവൺമെന്റ് കൊടുത്ത റിട്ടൺ സ്റ്റേറ്റ്മെന്റ് എന്തായിരുന്നു എന്നത് കേരളത്തിൽ ജനങ്ങൾക്ക് ബോധ്യപ്പെടേണ്ട കാര്യമാണ്. ദേവസ്വം മന്ത്രി അടക്കമുള്ള ആളുകൾ പറഞ്ഞത് ഞങ്ങൾ വിശ്വാസികളോടൊപ്പമാണ്, അവരുടെ താല്പര്യം സംരക്ഷിക്കുമെന്നാണ് പറഞ്ഞു വന്നിരുന്നത്. എന്നാൽ സുപ്രീം കോടതി കൊടുത്ത റിട്ടൺ സ്റ്റേറ്റ്മെന്റിൽ ഒരിടത്ത് പോലും യുവതി പ്രവേശനത്തിനെതിരായ ഒരു നിലപാടും കേരള ഗവൺമെന്റ് സ്വീകരിച്ചിട്ടില്ല.
സുപ്രീം കോടതി കൊടുക്കുന്ന റിട്ടേൺ അഫിഡവിറ്റ് യുവതി പ്രവേശനത്തിന് എടുത്ത നേരത്തെയുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ അർത്ഥം ശബരിമലയിൽ യുവതികളെ പ്രവേശിപ്പിക്കാം എന്നാണ് സർക്കാരിൻ്റെ അഭിപ്രായം. അങ്ങനെ നേരത്തെ യുവതികളെ പ്രവേശിപ്പിച്ച് ആചാരങ്ങൾ ലംഘിക്കാനാണ് എന്ന് സ്ഥാപിച്ച മുഖ്യമന്ത്രി പഴയ നിലപാടിൽ തന്നെ ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ്. ഇത് കേരളത്തിലെ ഭക്തജനങ്ങൾ തിരിച്ചറിയണം. കേരള ഗവൺമെൻറ്റിൻ്റെ അഫിഡവിറ്റ് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അച്യുതാനന്ദൻ്റെ ഗവൺമെൻറ് കൊടുത്ത അഫിഡവിറ്റ് തിരുത്തിയാണ് UDF ഗവൺമെൻറ് അഫിഡവിറ്റ് യുവതി പ്രവേശനം വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അഫിഡവിറ്റ് കൊടുത്തത്. കേരള ഗവൺമെൻറ്റിൻ്റെ തലപ്പത്തേക്ക് പിണറായി വിജയൻ വന്ന ശേഷമാണ് ഈ അഫിഡവിറ്റ് തിരുത്തി കൊടുത്ത യുവതി പ്രവേശനം സാധ്യമാക്കിയത്. അപ്പോൾ ഇപ്പോഴും യുവതി പ്രവേശനം നടത്തണമെന്നതാണ് കേരള ഗവൺമെൻറ് നിലപാട് എന്നത് ഈ റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റിലൂടെ നമുക്ക് കാണാൻ കഴിയുന്ന കാര്യമാണ്. അതുപോലെ ശബരിമലയിലെ സ്വർണം മോഷ്ടിച്ചു കൊണ്ടുപോയ ആളുകൾ അവരുടെ പേരിൽ എന്തുകൊണ്ട് പാർട്ടി നടപടി സ്വീകരിക്കുന്നില്ല? പാർട്ടി രക്തസാക്ഷി ഫണ്ട് മോഷ്ടിച്ച ആളുകൾക്കെതിരെ സംസാരിച്ചതിന് കുഞ്ഞികൃഷ്ണനെ പുറത്താക്കി. പാർട്ടി സെക്രട്ടറിയുടെ ഭാര്യയെ സ്ഥാനാർത്ഥിയാക്കിയതിനെതിരെ സംസാരിച്ചതിന് ഗോവിന്ദനെ പുറത്താക്കി. പക്ഷേ ശബരിമലയിലെ സ്വർണം മോഷ്ടിച്ച അതിന് കൂട്ടുനിന്ന പത്മകുമാറും വാസുവും അടക്കമുള്ള CPM നേതാക്കന്മാരെ ഇപ്പോഴും സംരക്ഷിക്കുന്ന നിലപാടാണ് ഗവൺമെൻറ് സ്വീകരിക്കുന്നത്. വാസ്തവത്തിൽ ഇത് ഭക്തജനങ്ങളോടുള്ള ഏറ്റവും വലിയ കബളിപ്പിക്കലല്ലേ? ഇന്ന് അവരുടെ പേരിൽ നടപടിയെടുക്കാതെ അവരെ സംരക്ഷിക്കുകയല്ലേ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇതുപോലെ കുറ്റവാളികളെ സംരക്ഷിക്കുന്ന ഒരു ഗവൺമെൻറ് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് സത്യം.